സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹം ദ ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശിവനാരായണീയത്തിൽ 54, 55, 56 ദശകങ്ങളാണ് കാളിയമർദ്ദനം പ്രതിപാദിക്കുന്നത്. 54-ാമത്തെ നമ്മൾ കഴിച്ചു. 55-ാമത്തെയാണ് കാളിയമർദ്ദനം പ്രോപ്പർ. കാളിയൻ്റെ പൂർവ്വചരിത്രമാണ് മുമ്പത്തെ ദശകത്തിൽ നമ്മൾ പറഞ്ഞത്. കാളിയൻ കലക്കിയ വിഷം കഴിച്ച കുട്ടികളെല്ലാം മരിച്ചു. നോട്ടം കൊണ്ട് തന്നെ ഭഗവാൻ അവരെ ജീവിപ്പിച്ചു. ഇനി എന്നേക്കുമായിട്ട് ഇവൻ്റെ ഉപദ്രവം തീർക്കണം, അവസാനിപ്പിച്ചേ പറ്റൂ. മലിനീകരണക്കാർക്കൊക്കെ ഒരു വാണിംഗാണ് കേട്ടോ. പരിസര മലിനീകരണത്തിൻ്റെ കാലമാണിപ്പോൾ. പ്ലാസ്റ്റിക്, കുപ്പി, ഡിസ്പോസബിൾ ഗ്ലാസ്, മാലിന്യങ്ങൾ ഇതൊക്കെ പ്രകൃതിയിൽ നിറച്ച് ഭൂമിയെ ഉപദ്രവിക്കുന്നവരൊക്കെ കാളിയന്മാരാണ്. കാളിയൻ വെള്ളം മലിനീകരിച്ചു, നമ്മൾ പരിസ്ഥിതിയാണ് മലിനീകരിക്കണത് എന്നേ ഉള്ളൂ. എന്തായാലും പാപം തന്നെയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അഥവാരിണി ഘോരതരം ഭണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ധൃതമാരിത തീരഗനീപതരും വിഷമാരുതശോണിത പർണചയം. തോടകം എന്നാണ് ഈ വൃത്തത്തിൻ്റെ പേര്. തോടകം, ഈ തുടക്കത്തിൽ കഥകളിയിൽ തോടകം ഉണ്ടല്ലേ. മിക്കവാറും അത് ഈ ഭൂപാളം രാഗത്തിലോ അല്ലെങ്കിൽ ദേവഗുപ്തിയിലൊക്കെ തുടങ്ങുക. അത് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നൃത്തത്തിൻ്റെ ഒരു രീതിയാണ് ആ രാഗത്തിനുള്ളത്. അതുകൊണ്ടാണ് ഈ വൃത്തത്തിന് തോടകം എന്ന പേര് പറയുന്നത്. അഥവാരിണി ഘോരതരം ഭണിനം, ഘോരമായിരിക്കുന്ന വിഷം തൻ്റെ ഉള്ളിൽ വെച്ചതായിട്ടുള്ള ഭണിനം, കാളിയനെ, പാമ്പിനെ, പ്രതിവാരയിതും അവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക, ഇന്നത്തെ ഭാഷയെ പറയാച്ചാൽ അവിടെ നിന്ന് ഇല്ലാണ്ടാക്കണം, അവനെ പറഞ്ഞയക്കണം. വധിച്ചിട്ടില്ല കേട്ടോ, കാളിയനെ വധിച്ചിട്ടില്ല. കാളിയ വധമല്ല, കാളിയ മർദ്ദനാണ്. അതുകൊണ്ടാണ് കാളിയനെ കൊന്നതിനാലോ കണ്ണന് കറുപ്പ് തെറ്റാണ്. പാട്ടൊക്കെ കേട്ടിട്ട് കഥ നിശ്ചയിക്കരുത്. എന്തും എഴുതാം അതിൽ പാട്ടിലേ. അതൊന്നുമല്ല, കാളിയനെ കൊന്നിട്ടില്ല. പ്രതിവാരയിതും അവിടെ നിന്ന് പറഞ്ഞയക്കാൻ എന്ത് ചെയ്തു? ആ കടമ്പു വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് ഭഗവാൻ ചെന്നു. ദ്രുതം ആരിത തീരക നീപ തരും. തീരത്തിൽ ഉള്ളതായിരിക്കുന്ന കടമ്പു വൃക്ഷമാണ് നീപ. തീരഗനീ പതരും എന്നൊന്നും വായിക്കരുത്. തീരക നീപ തരും. നീപം എന്ന് പറഞ്ഞാൽ കടമ്പു വൃക്ഷം. പദം മുറിക്കുമ്പോൾ എപ്പോഴും നാരായണീയത്തിൽ പലരും തെറ്റിച്ചാണ് ചെയ്യണത്. ചെയ്യരുത്. തീരക നീപ തരും. തരു എന്ന് പറഞ്ഞാൽ വൃക്ഷമാണല്ലോ. നീപ തരു എന്ന് പറഞ്ഞാൽ കടമ്പ് വൃക്ഷം. നീപം എന്ന് പറഞ്ഞാൽ കടമ്പ്. തീരക നീപ തരും, തരു വൃക്ഷം. ആ വൃക്ഷത്തിലേക്ക് കയറി. ആ വൃക്ഷത്തിൻ്റെ ഇലകളൊക്കെ ഏതവസ്ഥയിലായിരുന്നു? ഉണങ്ങിയിരിക്കണു. വിഷത്തിൻ്റെ ശക്തി കൊണ്ട്. നല്ല വിഷമുള്ള ശക്തി പാമ്പുകളൊക്കെ ഉണ്ട് വെച്ചാൽ ഇലകളൊക്കെ ഉണങ്ങും എന്നാണ് പറയണത്. ഇലകളെ ഉണക്കാനുള്ള കഴിവ് വിഷത്തിനുണ്ട്. അപ്പോൾ വിഷത്തിൻ്റെ ശക്തിയാൽ ഉണങ്ങിയ ഇലകളുള്ള കടമ്പു വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് ഭഗവാൻ കയറി. ദ്രുതം, വളരെ വേഗമായിട്ട് എന്നർത്ഥം. ആരിത, ചെന്നു, അടുക്കലേക്ക് നടന്ന് നീങ്ങി. അഥവാരിണി ഘോരതരം ഭണിനം പ്രതിവാരെ. എന്തിനായിട്ടുണ്ട്? ഈ പാമ്പിനെ, വിഷം വെള്ളത്തിൽ കലക്കുന്നത് തടയാൻ, എന്നേക്കുമായിട്ട് ഇവൻ്റെ ഉപദ്രവം തീർക്കാനായിക്കൊണ്ട്
തീരക നീപ തരും ആരിത. തീരത്തിൽ ഉള്ള തീരകം, നീപം കടമ്പ് വൃക്ഷം, തരു വൃക്ഷം അതിൻ്റെ അടുക്കലേക്ക് ആരിത നടന്നു നീങ്ങി. അതിരുഹ്യപദാംബുരുഹേണ ച തം നവ പല്ലവതുല്യമനോജ്ഞരുജ ഹൃദവാരിണി ദൂരതരന്യപത പരികൂർണിതഘോരതരംഗഗണേ. ഭഗവാൻ എന്ത് ചെയ്തു? നവപല്ലവതുല്യ മനോജ്ഞരുച, മനോഹരമായിരിക്കുന്ന ഇപ്പോൾ പൊന്തിയ തളിര് പോലെ. മാൻതളിരൊക്കെ വളരെ മനോഹരമാണ് അല്ലേ? ആ തളിരിങ്ങനെ വളരെ മാംസളമായിട്ട് വളരെ ലോലമായിട്ട് ചുവന്ന നിറത്തിലുള്ള ആ തളിരുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. പിന്നീട് അതിങ്ങനെ വലുതാവുമ്പോഴാണ് വടി പോലെ നിൽക്കുക. അപ്പം അത്രയും മാംസളമായിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള ലോലമായിട്ടുള്ള ആ തളിരിനൊരു പ്രത്യേക ഭംഗിയാണ്. അതുപോലത്തെ പാദപത്മങ്ങളോട് കൂടിയിട്ട് എന്നിവിടെ ഉപമയാണ്. നവപല്ലവ തുല്യ മനോജ്ഞരുച പദാംബുരുഹേണ. ഇപ്പോൾ മുളച്ച് വന്നതായിട്ടുള്ള നേർത്ത തളിര്, ഏത് വൃക്ഷത്തിൻ്റെ ആവാം, മാന്തളിരാണ് വളരെ നമുക്ക് പോപ്പുലറായിട്ടുള്ള തളിര്. നമ്മൾ കാണുന്നതും അതാണല്ലോ. എല്ലാ വൃക്ഷത്തിൻ്റെ തളിരും മനോഹരം തന്നെ. അപ്പം ആ മാന്തളിരിനെ ഇവിടെ മാന എന്ന് പറഞ്ഞിട്ടില്ല, തളിര് എന്ന് പറഞ്ഞിട്ട് ആ പദാംബുരുഹേണ ചുവന്ന മനോഹരമായിട്ടുള്ള പാദപത്മത്തോടു കൂടി. നവപല്ലവ തുല്യ മനോജ്ഞരുച, കാര്യം പറയുന്നതിനോട് കൂടെ അതെങ്ങനെ പറഞ്ഞിരിക്കണമെന്നും കൂടി നോക്കണം കേട്ടോ. നാരായണീയത്തിൻ്റെ ഒരു പ്രത്യേകത. കാര്യം പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും പറയാം. അതെങ്ങനെ അവതരിപ്പിച്ചിരിക്കണു മേപ്പത്തൂർ. ഇത്രയും ഇല്ലേ പഴയ കാലത്തെ ഭാഷ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അന്നൊക്കെ വളർന്നിരിക്കണു. നവപല്ലവ തുല്യ മനോജ്ഞരുച ഭാവനയാണ്. പദാംബുരുഹേണ, താമരപ്പൂ പോലത്തെ പാദപത്മങ്ങളെ കൊണ്ട്. തം അതിരുഹ്യ, ആ കടമ്പു വൃക്ഷത്തിൽ കയറി. എന്നിട്ടോ പരികൂർണിത ഘോര തരംഗഗണേ ഹൃദവാരിണി. ഹൃദവാരിണി യമുനയിലത്തെ അഗാധ ജലം, അഗാധ ജലമാണ്. അപ്പം ഇന്നൊക്കെ യമുന ഈ കാളിന്തി എന്ന് പറയണതൊക്കെ ഏകദേശമൊക്കെ അത്ര വെള്ളമൊന്നും ഇല്ലാത്ത കുറേ ഭാഗങ്ങളുണ്ട് അത്രേ ആ കാട്ടിൽ. ഇന്നൊന്നും അത്ര അഗാധത ഇല്ല എന്നാണ്. ഇതിപ്പോൾ നർമ്മദയും കൃഷ്ണാനദിയൊക്കെയാണ് അഗാധത. അത്ര അധികം വെള്ളമുണ്ടെന്നാണ് പറയണത് നർമ്മദയിലൊക്കെ. അതാണ് സരയൂ എന്ന് ചിലർ പറയണു, ചിലരല്ല എന്നും പറയുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് അറിയണ കാര്യങ്ങൾ. ശ്രീരാമൻ മുങ്ങിയതാണ് സരയൂ നദിയിൽ എന്നാണ്. അപ്പം എന്തായാലും അഗാധമായിട്ടുള്ള ജലം, കയം എന്നൊക്കെ പറയാം വേണമെങ്കിൽ. അറ്റമില്ലാത്ത ആഴമുള്ള വെള്ളം പണ്ടുണ്ടായിരുന്നു. അതിലത്തെ വെള്ളമൊക്കെ ഇപ്പോൾ ഒക്കെ പലതും ഇല്ലാണ്ടായിരിക്കണു. അതിലേക്ക് ദൂരതരം ന്യപത, ഒറ്റച്ചാട്ടം, കുതിച്ച് ചാടി. ദൂരതരം ന്യപതാച, കടമ്പു വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് ഒരൊറ്റ ചാട്ടം. കുട്ടികളൊക്കെ ഇല്ലേ നീന്താൻ വേണ്ടിയിട്ട് ഒരു ഉയരത്തിൽ ഓടി വന്നിട്ട് ഒരൊറ്റ ചാട്ടം വെള്ളത്തിലേക്ക് വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ വെള്ളമൊക്കെ എടുത്ത് എറിക്കും. അതുപോലെ കടമ്പു വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് ഭഗവാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അതിരുഹ്യപദാംബുരുഹേണ ചതം നവപല്ലവ തുല്യ മനോജ്ഞരുച. നവപല്ലവ തുല്യ മനോജ്ഞരുച പദാംബുരുഹേണ തം അതിരുഹ്യ, ആ കടമ്പു വൃക്ഷത്തിൽ കയറി. നീപം തരൂ നേരത്തെ പറഞ്ഞു, കയറിയിട്ട്. ഹൃദം എന്ന് പറഞ്ഞാൽ കയം, അഗാധമായിട്ടുള്ള കുഴിക്കാണ് ഹൃദം എന്ന് പറയുക. വാരിണി വെള്ളം, വാരി എന്ന് പറഞ്ഞാൽ വെള്ളം. ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരു ഭാരവികം വിവിജൃംഭിജല പരിമജ്ജയതി സ്മദനുശതകം തടിനീ ചടിതി സ്ഫുടഘോഷവതി. ചാടിയപ്പോൾ എന്തേണ്ടായി? ഭുവനത്രയഭാരഭൃത, ഒരുപാട് കിലോമീറ്റർ വെള്ളം അടിച്ച് കയറി. അപ്പോൾ എത്ര വെള്ളം ഉണ്ടാവണം?
അത്രയധികം ജലരാശി ഉണ്ടായിരുന്നു കാളിന്തി നദിയിൽ ആ കാലത്ത്. ഇനിയോ ചാടുന്ന ആൾ ഭഗവാനാണ്. ഭഗവാന്റെ വ്യാപ്തം എത്രയുണ്ട്? ആർക്കമിഡിസ് പറയുക, ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിയാൽ അതിന് എത്ര വ്യാപ്തമുണ്ടോ അത്ര ജലം അതിൽ നിന്ന് പുറത്ത് പോകും. ആദേശ സിദ്ധാന്തം എന്ന് പറയും അല്ലേ? ആദേശ സിദ്ധാന്തം കണ്ടത്. ഇപ്പം ഭഗവാന്റെ വ്യാപ്തം എത്രയാണെന്ന് ആർക്കാ പറയാൻ കഴിയുക? പുരുഷതത്വത്തിൽ അത്യതിഷ്ഠ ദശാങ്കുലം എന്നാണ്, 14 അങ്കുലം. ഈ 14 ലോകത്തെ കഴിച്ചിട്ട് പിന്നെ അതിക്രമിച്ച് നിൽക്കണു ഭഗവാൻ എന്നാണ്. വലിപ്പം അളക്കാൻ പറ്റില്ല എന്നർത്ഥം. ഈ 14 ലോകങ്ങളെ നമുക്ക് അളക്കാൻ പറ്റുമോ? അതിൻ്റെയും അപ്പുറത്തേക്കുണ്ട് ഭഗവാൻ 14 അങ്കുലം. അത്യതിഷ്ഠ ദശാങ്കുലം, 10 അങ്കുലം എന്നാണ്, 10 വിരൽ. ഈ ഭോഗം മുഴുവനായാലും ഭഗവാനെ അളക്കാൻ കഴിയില്ല. അത്രയും വലിയ ഭഗവാനാണ് ഇവിടെ വെള്ളത്തിൽ ചാടിയത്. അപ്പോൾ എത്ര വെള്ളമാണ് പുറത്തേക്ക് വരിക? ആ വ്യാപ്തം അളക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? ഭുവനത്രയഭാരഭൃതോ, 3 ലോകം, അതായത് 14 ലോകം. ഇന്നലെ പറഞ്ഞു 3 ലോകം എന്ന് പറഞ്ഞാൽ 14 ലോകമാണ്. അതിനെ തിരിച്ചിരിക്കുകയാണ് 3 ആക്കിയിട്ട്. ആ ഭാരം കൊണ്ട് വ്യാപ്തം എന്നാണ് ശരി. ഭാരഭൃതോ ഭവതോ ഗുരുഭാര വികമ്പി, അങ്ങയുടെ ആ ഒരു ഖനം കൊണ്ട്, വ്യാപ്തവും ഖനവും രണ്ടും ആവാം. വെള്ളം അടിച്ച് കയറി വിജൃംഭി ജല പരിമജ്ജയതി സ്മ ധനുശതകം. ഇവിടെ 100 ധനുഷ് ഒരു അളവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ധനുശതകം 100 വിൽപ്പാട് ദൂരം. പണ്ടൊക്കെ ഈ വിൽപ്പാട് എന്ന് പറഞ്ഞിട്ട് ഒരു അളവാണ്. മീറ്റർ സെൻറ്റിമീറ്ററൊന്നും അല്ലല്ലോ, പണ്ടതൊന്നുമില്ല. പിന്നെയാണ് ഇഞ്ച് തന്നെ വന്നത്. അതിൻ്റെ മുമ്പ് ഇഞ്ചും ഇല്ല, ഇഞ്ച് അടി. അതിനൊക്കെ പറയുമ്പോഴുള്ള ഒരു അളവാണ് ഈ വിൽപ്പാട്. 100 വിൽപ്പാട് വെള്ളത്തിൽ കര മുക്കി. പണ്ടല്ലോ കള്ളക്കടൽ പ്രതിഭാസം, സുനാമി എന്നൊക്കെ നമ്മൾ പറയണത് പോലെ അത്രയും ഭാഗം ഇവിടെ നദിയിലേക്ക് ഭഗവാന്റെ ചാട്ടം കാരണം മുങ്ങി എന്ന് പറയാണ്. അങ്ങനെ കാളിയൻ്റെ വരവ്, കാളിയനെ അഹങ്കാരം തീർക്കലൊക്കെ വർണ്ണിക്കുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളെ കൊണ്ട്.